ലാലേട്ടൻ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാപ്പ് പറഞ്ഞ് സംഗതിയൊക്കെ ഒതുക്കി തുടങ്ങുമ്പോൾ ഇത്രയും ദിവസം കൂടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചവർ തിരിച്ച് ലാലേട്ടനെ തട്ടിത്തുടങ്ങി. ലാലേട്ടൻ്റെ വേദനിപ്പിച്ചതിൽ ഖേദപ്രകടനവും അത്തരം കാര്യങ്ങളുമൊക്കെ ലാലേട്ടൻ വേദനിപ്പിച്ചത് ആരെയാണെന്നും ആ വേദനിപ്പിച്ചതിൻ്റെ സാമൂഹ്യശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവുമൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാണ് പലരും രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു സോഷ്യൽ കമൻറ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത്, എമ്പുരാൻ സിനിമ കണ്ടിട്ട് പ്രയാസമുണ്ടായത് ഗുജറാത്ത് വംശത്തെ ന്യായീകരിക്കുന്ന, ഗുജറാത്ത് ഇവിടെ ആവർത്തിക്കുമെന്ന് കേരളത്തിൽ പോലും ഭീഷണി മുഴക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്ക് മാത്രമാണ്. വിഷമമുണ്ടായ കൂട്ടർ ലാലേട്ടൻ്റെ സ്വന്തക്കാരാണെന്നറിഞ്ഞതിൽ സന്തോഷം. ലാലേട്ടൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമം കാരണം ലാലേട്ടനുണ്ടായ മനോവിഷമത്തിൽ എൻ്റെ സ്വന്തം പേരിലും മണവാളൻ ആൻഡ് സൺസിൻ്റെ പേരിലും അനുശോചനം അറിയിക്കുന്നു. ഇതാണ് ഒരു കുറിപ്പ്. അടുത്തത് VT ബൽറാമിൻ്റെ വക. കംപ്ലീറ്റ് ആക്ടർ ലഫ്റ്റനൻറ്റ് കേണൽ പത്മഭൂഷൺ ഭരത് മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഒരു നാട് മുഴുവൻ കൂടെ നിന്ന് നോക്കിയതാണ്. അത് മോഹൻലാലിനെയോ തമ്പുരാൻ ടീമിലെ മറ്റേ ആരെങ്കിലുമോ പ്രതീക്ഷിച്ചല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും ആർജവത്വത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അതേതാണ്ട് അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു വസ്തുത സംശയലേശമന്യേ ആവർത്തിക്കട്ടെ. 2002 ഗുജറാത്ത് കലാപം നടത്തിയത് സംഘപരിവാറാണ്. നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴത്തിൽ നിൽക്കുന്ന BJPയുടെ അധികാരപ്രാപ്തിക്ക് പുറകിലുള്ളത് ഗുജറാത്തിൻ്റെ തെരുവുകളിൽ അന്നൊഴുകിയ നിരപരാധികളുടെ ചുടുരക്തമാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ കൈകൾ രക്തപങ്കിലമാണ്. ഇതാണ് VT ബൽറാമിൻ്റെ പോസ്റ്റ്. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മുടെ അബിൻ വർക്കിയും കാച്ചി. അബിൻ വർക്കിയും കാച്ചിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലാലേട്ടാ എടോ മാമച്ചായ എന്ന് വിളിച്ച് നിങ്ങൾ പറയുന്ന പ്രജാ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിൻ്റെ മേധാവികൾക്കെതിരെ ആയിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായപ്പോഴും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ല. കേരളത്തിലെ തന്നെ 2 പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വങ്ങളുടെ കഥ പറയുന്ന സിനിമയിൽ നിങ്ങൾ കിടിലൻ ഡയലോഗുകൾ അടിച്ചപ്പോഴും അത് അവരുടെ കുടുംബത്തിനെ വേദനിക്കുന്നതുകൊണ്ട് നിങ്ങളാരും ഖേദം പ്രകടിപ്പിച്ച് ഞങ്ങളാരും കണ്ടില്ല. കെ കരുണാകരനെയും പത്മജ വേണുഗോപാലിനെയും KM മാണിയെയും ഒക്കെ ആക്ഷേപഹാസ്യങ്ങളുടെ തഗ് ഡയലോഗുകളിലൂടെ നിങ്ങൾ ആടിത്തിമിർത്തപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ എമ്പുരാൻ സിനിമയിൽ ലോകം മുഴുവൻ കണ്ട് നടന്ന ഒരു സംഭവം ചിത്രീകരിച്ചതിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ടായി എന്ന് വിഷമിച്ച് സംഘപരിവാറുകാരൻ്റെ തീട്ടൂരത്തിന് മുന്നിൽ സ്വയം പണയം വെച്ച സേവകനായ മോഹൻലാൽ മാറിയതിൽ എനിക്ക് അതിശയമില്ല. കാരണം ഈ വയസ്സാം കാലത്ത് ED റെയ്ഡ് നടത്തി ജയിലിൽ കിടക്കണോ അതോ സിനിമയിലെ സീൻ കട്ട് ചെയ്യണോ എന്നൊരു ചോദ്യം ഉയർന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും ഗോകുലൻ ഗോപാലൻ ചേട്ടനുമൊക്കെ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. ഇനി അതല്ല മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ തോന്നിയ വിഷമമാണെങ്കിൽ സംഘപരിവാറുകാരൻ്റെ സെലക്റ്റീവ് വിഷമങ്ങൾ കൊണ്ട് മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ എമ്പുരാൻ സിനിമയുടെ പ്രധാന പ്ലോട്ടായി അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൊടിയും ശൈലിയും മുദ്രാവാക്യവും പാർട്ടി ഓഫീസും വേഷവിധാനങ്ങളും തൊട്ട് ആ കഥ നിങ്ങൾ നയിക്കുന്നത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ആക്ഷേപവുമുണ്ട്. അങ്ങനെയെങ്കിൽ അതും നിങ്ങൾ കട്ട് ചെയ്ത് നീക്കി മാതൃക കാണിക്കണ്ടേ? കട്ട് ചെയ്ത് നീക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയല്ല. കാരണം ഈ രാജ്യത്തിൻ്റെ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഒരു സിനിമയിൽ കഥയായി വേണമെന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകനാണ് ഞാൻ. പ്രതിഷേധങ്ങളുടെ ശബ്ദം പോലും കലാസൃഷ്ടിയായി മാറിയ ലോകമാണ് നമ്മുടേത്. പക്ഷേ ഒരു മര്യാദയൊക്കെ വേണ്ടേ ലാലേട്ട എന്ന് ഒരു മോഹൻലാൽ ആരാധകൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ ഒരു വഴിക്കുന്ന് മറ്റൊരു വഴിക്കായപ്പോൾ വേറൊരു വഴിക്കായി. ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടാവും. കാത്തിരിക്കാം, അപ്ഡേറ്റ് ചെയ്യാം.